നമസ്കാരം, ഞാൻ സിജു രാജൻ. 1980 മുമ്പ് ഇന്ത്യൻ ജനതയ്ക്ക് ഒട്ടും തന്നെ പരിചയമില്ലാതിരുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു നൂഡിൽസ്. 1983 നെസ്ലെ കമ്പനി മാഗി നൂഡിൽസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇന്നത്തേക്ക് ഏകദേശം 39 വർഷമായി. ഈ 39 വർഷമായിട്ട് ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡ്സിലൊന്നായിട്ട് മാഗി തുടരുകയാണ്. 60% നൂഡിൽസ് മാർക്കറ്റിലെ ഷെയർ മാഗിക്കാണുള്ളത്. ഏകദേശം 937 കോടി രൂപയുടെ മാർക്കറ്റാണ് മാഗിക്കുള്ളത് ഇന്ത്യയിൽ. ഇത്രയും വലിയ കമ്പനിയായിട്ട് മാഗി എങ്ങനെ മാറി, ഇത്രയും മികച്ചൊരു ബ്രാൻഡായിട്ട് മാഗി എങ്ങനെ മാറി, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഡെഫിനറ്റ്ലി ബിസിനസ് ചെയ്യുന്ന നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. ഈ മാഗി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പല സ്ട്രാറ്റജീസും ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് നോക്കാം മാഗി എങ്ങനെ മികച്ച ഒരു ബ്രാൻഡായി മാറി എന്നുള്ളത്. നമുക്ക് 1950കളിലേക്ക് പോവാം. 1950കളിൽ ജപ്പാനിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെ വലിയ രീതിയിൽ ക്രൈസിസിലൂടെ കടന്നു പോകുമായിരുന്നു. അന്ന് ഏറ്റവും ചീപ്പായിട്ട് കിട്ടാവുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നൂഡിൽസ് ആയിരുന്നു. പക്ഷേ ഈ നൂഡിൽസ് അന്നത്തെ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം വളരെ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് സമയമെടുത്ത്, ചീപ്പാണ് സാധനം, പക്ഷേ വളരെ കൂടുതൽ പ്രിപ്പറേഷൻ ടൈം ഉണ്ടായിരുന്നു. മോമോഫുക്കു ആൻഡോ എന്ന് പറയുന്ന ഒരു ജപ്പാൻകാരൻ ഇതിനൊരു സൊല്യൂഷൻ അന്വേഷിച്ചിറങ്ങി. അദ്ദേഹത്തിൻ്റെ റിസർച്ചിൻ്റെ ഫലമായിട്ട് ചുരുങ്ങിയ സമയത്തിൽ ഈ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. 1958 അത്തരത്തിലുള്ളൊരു ഉൽപ്പന്നം മാർക്കറ്റിൽ വലിയ രീതിയിൽ ഇറങ്ങുന്നത്. വലിയ രീതിയിലുള്ള ഹിറ്റായിരുന്നു അന്നത്തെ കാലത്ത്. 1958 ജപ്പാനിൽ ഇദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ആ നൂഡിൽ എന്ന് പറയുന്നത്. കാരണം മിനിറ്റുകൾ കൊണ്ട് ഒരു നൂഡിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, ഒരു ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം, ഏറ്റവും ചുരുങ്ങിയ പ്രൈസിൽ കിട്ടുന്ന ഒരു ഭക്ഷണം. ഇത് വലിയ ഹിറ്റായതോടുകൂടി ഇവരെ US മറ്റും എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. നിസിൻ എന്നായിരുന്നു ഇവരുടെ പാരൻറ്റ് കമ്പനിയുടെ പേര്. ജപ്പാനിലെ 50% നൂഡിൽ വിപണിയും ഈ ഒരു ബ്രാൻഡ് കൈയടക്കുകയുണ്ടായി. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് നമ്മുടെ നെസ്ലെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെസ്ലേക്ക് മനസ്സിലായ ഒരു കാര്യം, ഇനിയുള്ള കാലത്ത് വലിയ രീതിയിൽ തരംഗമാകാൻ പോകുന്ന ഒരു ഭക്ഷണം തന്നെ ആയിരിക്കും ഈ ഒരു നൂഡിൽ എന്ന് അവർ മനസ്സിലാക്കി. പക്ഷേ അവരൊരിക്കലും ജപ്പാനെ ഫോക്കസ് ചെയ്തില്ല. ജപ്പാനിൽ അവർ ബിസിനസ് ചെയ്യാനായിട്ട് അവർ ഇറങ്ങിയില്ല. അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്തു. അതായത് അവരുടേതായിട്ടുള്ള നൂഡിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ വിൽക്കാനായിട്ട് തീരുമാനിച്ചു. എന്തായിരിക്കും അവർ ജപ്പാൻ ഒഴിവാക്കാനായിട്ടുള്ള കാര്യം? കാരണം ഓൾറെഡി അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെയുള്ള ആൾക്കാർക്കെല്ലാം നൂഡിലിൻ്റെ രുചി അവർക്കറിയാം. ഓൾറെഡി അവിടെ ഒരു ബ്രാൻഡും ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ആരും ഇല്ലാത്ത ഒരു ബ്രാൻഡ് അവിടെയുണ്ട്. എന്തുകൊണ്ട് നെസ്ലെ അവിടെ എൻ്റർ ചെയ്തില്ല? പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് അന്നത്തെ കാലത്ത് ജപ്പാൻ അത്രത്തോളം ലിബറലൈസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമായിരുന്നില്ല. മറ്റൊരു രാജ്യത്തുള്ള ഒരു കമ്പനിക്ക് അവിടെ ചെന്ന് ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ റിസ്ക് ഉള്ളൊരു കാര്യമായിരുന്നു ഒന്ന്. രണ്ടാമത്തേത്, ഓൾറെഡി അവിടെ നിസിൻ എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു മോണോപോളിയാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്വന്തമായിട്ടൊരു മോണോപോളി മറ്റുള്ള രാജ്യങ്ങളിൽ ഉണ്ടാക്കിക്കൂടാ? ആ ഒരു ചിന്തയിൽ നിന്നാണ് അവർ ജപ്പാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയത്. അങ്ങനെ അവർ കണ്ട ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നായിട്ടുള്ള ഇന്ത്യ ആയിരുന്നു അവരുടെ പ്രഥമമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് 1983 അവർ ഇന്ത്യയിൽ അവരുടെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തത്. പക്ഷേ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ വെറുതെ അങ്ങ് വിപണി വഴി ഇറക്കിയ ഒരു പ്രോഡക്റ്റ് അല്ല മാഗി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് ആരിലേക്ക് എത്തണം എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെയായിരുന്നു അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം മാഗി എന്ന് പറയുന്ന നൂഡിൽ എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇവർ എല്ലാവരെയും ഫോക്കസ് ചെയ്തില്ല. മാഗി ഒരിക്കലും എല്ലാ ആൾക്കാരെയും ഫോക്കസ് ചെയ്തിട്ടല്ല മാഗി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അവർ നിഷ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ആരാണ് ഈ നിഷ് ഓഡിയൻസ് എന്ന് പറയുന്നത്? അവർ ഫോക്കസ് ചെയ്തത് കുട്ടികളെയും കുട്ടികളുടെ അമ്മമാരെയും മാത്രമാണ്. കുട്ടികൾ, സ്കൂൾ ഗോയിങ് കിഡ്സിനെയും ഒപ്പം തന്നെ അവരുടെ അമ്മമാരെയും മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ ബ്രാൻഡ് മുന്നോട്ടേക്ക് ഇറക്കാനായിട്ട് ഡിസൈഡ് ചെയ്തത്. അതും ഇവർ കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്തു. ആരാണ് ഇവരുടെ കസ്റ്റമർ, ആരാണ് ഇവരുടെ കൺസ്യൂമർ എന്നുള്ളത്. നിങ്ങൾ ബ്രാൻഡിസം അവതരിപ്പിക്കുന്ന ബിസിനസ് മോഡൽ ക്യാൻവാസ് ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിഷ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിൽ ചെയ്തിട്ടുള്ളവർ ഡെഫിനറ്റ്ലി വീഡിയോ കാണുന്നുണ്ടാവും. ആൻഡ് ഞാൻ പറഞ്ഞു വന്നത്, ഈ കസ്റ്റമർ എന്ന് പറയുന്നത് ഇവരുടെ പാരൻസ് ആണ്. അതായത് അമ്മമാരാണ് കസ്റ്റമർ. ആൻഡ് കൺസ്യൂമർ, ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നവർ കുട്ടികളാണ്. ഈ രണ്ട് കൃത്യമായിട്ട് ഇവർ ഡിസ്റ്റിങ്വിഷ് ചെയ്തു. അപ്പോൾ ഇവരിലേക്ക് മാത്രം, ഇത് ജനറിക് പ്രോഡക്റ്റ് ആണ്. ഈ ജനറിക് പ്രോഡക്റ്റ് ഇവർ എല്ലാവരിലേക്കും എത്തിക്കുന്നില്ല, കൃത്യമായിട്ടുള്ള ആ രണ്ട് വിഭാഗം ആൾക്കാരിലേക്ക് മാത്രം എത്തിക്കുന്നു. ഈ ഒരു പ്ലാൻ അവർ കൃത്യമായിട്ട് ആൾറെഡി ഉണ്ടാക്കി വെച്ചു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം,
വെറുതെ അങ്ങ് ഇറക്കി കഴിഞ്ഞാൽ ഇവർ വാങ്ങത്തില്ല. കാരണം ഇത് അന്നത്തെ കാലത്ത് ആരും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഒരു ഭക്ഷണ പദാർത്ഥമാണ്, നൂഡിൽസ് ആണ് എന്ന് പറഞ്ഞ് ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങണമെന്നില്ല. അവിടെ ഒരു പെനിട്രേഷൻ ഉണ്ടാക്കിയെടുക്കണം. അതായത് എപ്പോഴും ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, വിച്ച് മാർക്കറ്റ് ടു പെനിട്രേറ്റ്, ഏത് മാർക്കറ്റിലാണ് ഈ പ്രോഡക്റ്റ് എത്തേണ്ടത്. 2, ഹൗ ടു പെനിട്രേറ്റ്, എങ്ങനെയാണ് പെനിട്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് എത്തേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, എങ്ങനെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാം, എന്ത് പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കാം. ഇവിടെയാണ് നെസ്ലെ കസ്റ്റമേഴ്സിൻ്റെ പെയിൻ പോയിന്റ് എന്താണ്, അവരുടെ താല്പര്യം എന്താണ്, ഈ 2 കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്. കസ്റ്റമേഴ്സിൻ്റെ പെയിൻ പോയിന്റും അവരുടെ ഇൻട്രസ്റ്റും. ഒന്ന് നോക്കൂ, സ്കൂൾ ഗോയിങ് കിഡ്സ്, അവരുടെ അമ്മമാർ, ഇവരനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും? കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്നു, അവർ വൈകിട്ട് തിരിച്ചു വരുന്നു. ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് ഏറ്റവും അധികം ടെൻഷൻ അനുഭവിക്കുന്നത് പാരൻസാണ്. കാരണം എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഉച്ചയ്ക്ക് കൊടുത്ത് അതേ ഭക്ഷണത്തിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഭക്ഷണം കഴിക്കത്തില്ല. സോ വളരെ രുചികരവും ന്യൂട്രീഷൻ ഉള്ളതും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതും വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തതുമായിട്ടുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കണം, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കണം. സോ ഈ ഒരു പെയിൻ പോയിന്റിനെയാണ് ശരിക്കും നെസ്ലെ ഇവിടെ അഡ്രസ്സ് ചെയ്ത്, മാഗി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇവരുടെ കസ്റ്റമർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരുന്നു, ഇവരുടെ ടാർഗറ്റ് ഓഡിയൻസ് ക്ലിയർ ആയിരുന്നു, അവരുടെ പെയിൻ പോയിന്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയി. ഇനി മെസ്സേജ് അങ്ങ് എത്തിച്ചാൽ മതി. ഇവരെങ്ങനെയാണ് ഈ മെസ്സേജ് എത്തിച്ചത്? അന്നത്തെ കാലത്ത് സ്കൂളുകളെ കേന്ദ്രീകരിച്ചിട്ട് സ്കൂളുകളിൽ ഫ്രീ ആയിട്ട് നൂഡിൽ അങ്ങ് വിതരണം ചെയ്തു. ഇത് രുചിച്ച കുട്ടികൾ ഡെഫിനറ്റ്ലി വീണ്ടും നൂഡിൽ വേണമെന്ന് ആവശ്യപ്പെടും. ആരോട് ആവശ്യപ്പെടും? പാരൻസിനോട് ആവശ്യപ്പെടും. പാരൻസ് അത് വാങ്ങിക്കൊടുക്കാൻ നിർബന്ധരാവുകയും ചെയ്യും. ആൻഡ് അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് പീക്ക് ടൈമിൽ കാർട്ടൂൺ പോലെ ടി വി പ്രോഗ്രാംസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ടി വി കൊമേഴ്ഷ്യൽസ്, വളരെ മനോഹരമായിട്ടുള്ള ടി വി കൊമേഴ്ഷ്യൽസ്, അതിൽ കാണിക്കുന്നത് സ്കൂള് വിട്ട് വരുന്ന കുട്ടി അമ്മ ഭക്ഷണം ആയില്ലേ എന്ന് ചോദിക്കുന്നു. അവിടെയാണെങ്കിൽ അമ്മ ഉച്ചയ്ക്ക് ഉണ്ടാക്കി ഭക്ഷണം എടുത്ത് കൊടുക്കുന്നു, കുട്ടി കഴിക്കുന്നില്ല, വിഷമിച്ചിരിക്കുന്നു, അമ്മയാകെ വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ മാഗി എത്തുന്നു, മാഗി ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് കുട്ടി വളരെ ഹാപ്പി ആവുന്നു. ഇത് കാണുന്ന പാരൻസ് ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിൽ കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് വാങ്ങണം, അത് യൂസ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരും. സോ ഇത്തരത്തിൽ ആൾക്കാരുടെ, ഇവരുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഇമോഷൻസിനെ ആയിരുന്നു ഇവർ കൂടുതലായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്, പിടിച്ചിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് മറ്റൊരു സംശയം വരുന്നത്, ഇന്ത്യയിൽ മാഗി മാത്രമേ ഉള്ളൂ, നെസ്ലയുടെ മാഗി മാത്രമേ ഉള്ളൂ നൂഡിലായിട്ട്, മറ്റുള്ള ബ്രാൻഡുകളില്ലേ? നമുക്ക് യൂണിലിവറിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട്, ITCയുടെ പ്രോഡക്ട്സ് ഉണ്ട്, അവരുടെയൊക്കെ പ്രോഡക്ട്സ്, അതായത് ടോപ്പ് റാമൻ പോലെ, ഇപ്പി നൂഡിൽസ് പോലെ നൂഡിൽസ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് മാഗിയുടെ ഉയരത്തിലേക്ക് എത്തുന്നില്ല, മാഗിയുടെ അടുത്ത് പോലും എത്താനായിട്ട് കഴിയുന്നില്ല? മാർക്കറ്റ് ഷെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും 60% മാഗി എന്തുകൊണ്ട് കൈയടക്കി വെച്ചിരിക്കുന്നു? ഇതിനുള്ള ഉത്തരം പല കാരണങ്ങളിൽ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ നെറ്റ്വർക്ക് സിസ്റ്റമാണ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. ഇന്ത്യയിലെ വളരെ റൂറലായിട്ടുള്ള ഗ്രാമത്തിൽ പോലും അവർക്ക് നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്ക്, അത്തരത്തിലുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കമ്പനീസ് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കേണ്ടതായിട്ട് വരും. അത്ര ഈസി അല്ല. രണ്ടാമത്തേത്, നൂഡിൽസ് എന്ന് പറയുന്ന ടേം കേൾക്കാത്ത ആൾക്കാർ പോലും മാഗി എന്ന് പറയുന്ന ടേം കേട്ടിട്ടുണ്ടാവും, ശരിയല്ലേ? കാരണം മാഗി, നൂഡിൽസിന് പകരം ആൾക്കാർ മാഗി എന്ന് ഉപയോഗിച്ച് തുടങ്ങി. നമ്മൾ സെറോക്സ് എന്ന് പറയത്തില്ലേ, ഫോട്ടോസ്റ്റാറ്റിന് പകരം നമ്മൾ സെറോക്സ് എടുക്കണമെന്ന് പറയത്തില്ലേ? ഈ സെറോക്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ പേരാണ്. അതുപോലെ തന്നെ നൂഡിൽസിന് പകരം ആൾക്കാർ മാഗി എന്ന് ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു ബ്രാൻഡിങ്, അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ് ആയിരുന്നു, ബ്രാൻഡിങ് രീതിയായിരുന്നു, ബ്രാൻഡിങ് തന്ത്രമായിരുന്നു മാഗി പയറ്റിയിട്ടുണ്ടായിരുന്നത്. 2005 മാഗി അവരുടെ കസ്റ്റമർ ബേസിന് കുറച്ചുകൂടെ വൈഡൻ ചെയ്യാനായിട്ട് നോക്കി. അതായത് ഇന്ത്യയിലെ വളരെ റൂറൽ ആയിട്ടുള്ള ഏറ്റവും ലോവർ ഇൻകം ഗ്രൂപ്പിലേക്ക് വരെ എത്തിക്കാനായിട്ട്, പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് അവർ നോക്കി. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഓർമ്മ കാണും, ചോട്ടു നൂഡിൽസ്, 5 രൂപയുടെ ചോട്ടു നൂഡിൽസ് നിങ്ങൾക്ക് ഓർമ്മ കാണും, ചെറിയ പാക്കറ്റാണ്. അപ്പോൾ അതിൽ അഭിനയിച്ചിരുന്നത് അമിതാഭ് ബച്ചനാണ്. എന്തുകൊണ്ട് അമിതാഭ് ബച്ചൻ? കാരണം സാധാരണക്കാർക്ക് പോലും, വിദ്യാഭ്യാസം ഇല്ലാത്ത വളരെ താഴെക്കടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അറിയാവുന്ന ഒരു കഥാപാത്രമാണ്, ഒരു വ്യക്തിയാണ് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്നത്. സോ അമിതാഭ് ബച്ചൻ സാധാരണക്കാരൻ്റെ ഒരു കർഷകൻ്റെയോ മറ്റോ വേഷത്തിൽ ഇരുന്ന് അഭിനയിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ, ഒപ്പം തന്നെ വിറകടുപ്പിൽ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ, സാധാരണ അവിടുത്തെ ഒരു വീട്ടമ്മ, റൂറൽ ഏരിയയിലെ വീട്ടമ്മ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെയുള്ള പരസ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ ഈ നൂഡിൽസ് അങ്ങ് ഏറ്റെടുക്കാൻ തുടങ്ങി. മാത്രമല്ല ഇവർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയതുകൊണ്ട് തന്നെ വളരെ റൂറൽ ഏരിയയിൽ ചെറിയ പെട്ടിക്കടയിൽ പോലും ഈ നൂഡിൽസ് കിട്ടാനായിട്ട് തുടങ്ങി, അവർക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാനായിട്ട് മാഗിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവർ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് അപാരമാണ്. അതായത് നിങ്ങൾക്ക് ഓർമ്മ കാണും, 2015 മാഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു.
മാഗിയിൽ MSG കോണ്ടന്റ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ലാബ് റിപ്പോർട്ട് വരികയുണ്ടായി. അപ്പോൾ മാഗിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വലിയ രീതിയിലുള്ള പ്രചാരണം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മാസക്കാലത്തോളം മാഗി വിപണിയിൽ നിന്ന് ടോട്ടലായിട്ട് അപ്രത്യക്ഷമായി, ഡിസപ്പിയറായി. 75% ഉണ്ടായിരുന്ന മാഗിയുടെ മാർക്കറ്റ് ഷെയർ 0 എത്തുകയുണ്ടായി. പക്ഷേ 5 മാസത്തിന് ശേഷം അവർ തിരിച്ചു വന്നു. വെറുതെ ഒന്നുമല്ല അവർ തിരിച്ചു വന്നത് ഒരു ക്യാമ്പയിനുമായിട്ടായിരുന്നു. വി മിസ് യു ടു എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ. ഞങ്ങൾ നിങ്ങളെയും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിന്. എന്നിട്ട് ആൾക്കാരോട് മാഗിയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കിടാനായിട്ട് പറഞ്ഞു. മാഗി ഫാൻസിനോട് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഗി ഓർമ്മകൾ പങ്കിടാനായി. നിങ്ങൾക്ക് ഓർമ്മ കാണും ആ ഒരു സമയത്ത് 2016, 2017 ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ള ആ ഒരു വൈബ് മാഗിയുമായി ബന്ധപ്പെട്ടുള്ളത് 2016 അപ്പോൾ അത് വളരെ വലിയ സക്സസ് ആയിരുന്നു. അവരുടെ ഒരു പക്ഷേ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ സക്സസ് ക്യാമ്പയിൻ ആയിരുന്നു വി ടു മിസ് യു എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അന്ന് സ്നാപ്ഡീൽ വഴി ഇവർ ഫ്ലാഷ് സെയിൽസ് വെച്ചിരുന്നു മാഗിയുടെ. 60,000 മാഗി പാക്സ് 5 മിനിറ്റ് കൊണ്ടാണ് സ്നാപ്ഡീൽ വഴി വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. അതായത് 2015 0% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡ് 2 വർഷം കൊണ്ട് 2017 60% മാർക്കറ്റ് ഷെയർ ആയിട്ട് വീണ്ടും ഇന്ത്യയുടെ ടോപ്പിൽ എത്തിയെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രാൻഡിങ് ബാക്കപ്പ് എത്രത്തോളം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദിസ് ഈസ് വാട്ട് വി കോൾഡ് ബ്രാൻഡ്. മറ്റൊന്നുമല്ല, നിങ്ങൾ ലോഗോ ഉണ്ടാക്കുന്നത് അല്ല ബ്രാൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കുറേ ഡിസൈൻ എലിമെൻറ്റ്സ് ഉണ്ടാക്കുന്ന അല്ല ബ്രാൻഡ് എന്ന് പറയുന്നത്. ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ പലരും ചെയ്തു കൊടുക്കുന്നതൊന്നും അല്ല ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അതൊക്കെ ഡിസൈൻസ് ആണ്. ബ്രാൻഡ് എന്ന് പറയുന്നത് ഇമോഷനാണ്, റൈറ്റ്? ഈ ഇമോഷൻ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രം ദ റൂട്ട് ഇറ്റ് സെൽഫ് നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ബാക്കിയെല്ലാം ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ വിൽക്കേണ്ടത് ഉൽപ്പന്നമല്ല. മാഗി വിറ്റത് നൂഡിൽസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് അല്ല. മാഗി വിറ്റത് നൂഡിൽസ് എന്ന് പറയുന്ന ആ ഒരു ഇമോഷനായിരുന്നു അവർ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മികച്ച ബ്രാൻഡുകളിലൊന്നായിട്ട് മാഗിക്ക് മാറാനായിട്ട് കഴിഞ്ഞത്. കോമ്പറ്റീറ്റേഴ്സിനേക്കാളും എത്രയോ മുന്നിൽ മാഗിക്ക് എത്താനായിട്ട് കഴിഞ്ഞത്. ബ്രാൻഡ്സ് അവതരിപ്പിക്കുന്ന ബിസിനസ് മോഡൽ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. 2 ദിവസത്തെ ഓൺലൈൻ വർക്ക്ഷോപ്പാണ്. അത് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടേതല്ല മാഗിക്കൊക്കെ ഉണ്ടായിരുന്നത് പോലുള്ള ആ ഒരു ബിസിനസ് മോഡൽ നിങ്ങൾക്കും ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് നിങ്ങളെ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഒരുമിച്ചിട്ടായിരിക്കും ആ ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് 2-day വർക്ക്ഷോപ്പാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് trainings.brandsm.com എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോർമാറ്റിൽ ആ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് അയച്ചു കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ്. ആൻഡ് നിങ്ങൾക്ക് ടൈം സ്ലോട്ട് ചൂസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. ലൈവ് ഇൻട്രാക്ഷൻ ആയിരിക്കും ഗൂഗിൾ മീറ്റിൽ. അപ്പോൾ ഈ മാഗിയുടെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിലെ കുറേയൊക്കെ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് കസ്റ്റമർ ബേസിനെ ചൂസ് ചെയ്യുക, നിഷ് മാർക്കറ്റിനെ ചൂസ് ചെയ്യുക, കസ്റ്റമറുടെ പെയിൻ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.